എന്തോ മാമ പറഞ്ഞത് അഭിലാഷായി ഇവിടെ എന്നെ കൊണ്ടുവരാനുള്ള ഡോക്ടറിനെ കണ്ടുപിടിച്ചത്. മനസ്സിലായില്ലയോ? മനസ്സിലായി. അത് ഞങ്ങൾ മക്കള് പറയേണ്ട കാര്യമില്ല. കാര്യം പറഞ്ഞില്ലോ ഇതാണെന്നുള്ളത്. ഞങ്ങൾ പറയത്തില്ല. ഞങ്ങൾ ആരുടെ ഒരു കാര്യം പറയാൻ പോകുന്നില്ല. അതിന് വോട്ട് ചെയ്യുന്ന ആരാണ് ആർക്കാന്ന് കാണാൻ പോകുന്നില്ലല്ലോ. അറിയും ഇല്ലല്ലോ. അല്ല മാമ പറയുന്നത് ഇവരാ ചെയ്യിപ്പിച്ചതാണ്. അഭിലാഷാണ്. ഇവർക്ക് നമ്മൾ വേറെ ആരാണോ? അതിൽ അവന്റെ തള്ളയൊന്നും ഞങ്ങളെ ഇവിടെ കാര്യങ്ങളൊന്നും വിളിക്കത്തില്ല. ഒന്ന് അഭിലാഷ. ഈ ബിജു എന്ന് പറയുന്നവനുണ്ട്. അവനെ അവർക്ക് അറിയാം. ഈ തമ്പുലക്കാർക്ക് അറിയാം. അഭിലാഷ് ഉണ്ട്. അവനുണ്ട്. അവനുണ്ട്. അവനാണോ നമ്മുടെ ബന്ധോ ഇവനെന്തോ ഇത്? അവിടെ ഇങ്ങോട്ട് ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. അവനോട് മുടക്കുന്നത്. സംശയം കണക്ഷൻ ഉണ്ട്. കണക്ഷൻ ഉണ്ട് അല്ലേ? ബിജു നല്ലവനാണ്. പറയുന്ന ബിജു നല്ലവൻ. ബിജു നല്ലവൻ എന്നെ അവന്റെ മൂക്കോ അല്ലെങ്കിൽ എവിടെ വെച്ച് കൊണ്ടുപോയി ഇരുത്തൊക്കെ പോകണ്ടേ? നമ്മുടെ കോടതിയിൽ എന്തോ സ്കൂളാക്കിയതാണ്. കോടതിയിൽ സ്കൂളാക്കാനോ കോടതി സ്ഥലം മാമ. ഇവരെന്തിനാ പറയുന്നത് ബിജു നല്ലവനാണ്? ഞാൻ ഇഷ്ടമല്ല. ഇല്ലില്ല. അയ്യോ ഓരോ എന്തോ പറയാൻ വിളിക്കുന്നത്. ഞാൻ നിങ്ങളുടെ പറഞ്ഞു. ഞാൻ പറയാം നിന്റെ അമ്മയുടെ പേരാണെന്ന്. നിന്റെ അമ്മയുടെ പേരാണെന്ന്. തെറി വിളിക്കുന്ന എല്ലാ റെക്കോർഡാ എന്റെ ഉണ്ട്. മായും പൂ വെച്ച വിളിക്കത്തുള്ളവൻ. എന്തോ മാമ ഇത്? നിങ്ങളുടെ പാർട്ടി വെച്ചോണ്ടിരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലയോ മാമ? അമ്മ എടുത്ത് കളണോ? ഇങ്ങനെ തെറി വിളിക്കുന്നത് നിങ്ങൾ പാർട്ടി വെച്ചോണ്ടിരിക്കുന്നത് ശരിയാണോ സത്യത്തില്? ഇവനവിടെ പാർട്ടിക്കാരെന്ന് തന്നെ കേട്ടാ കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ ആളാണെന്നുള്ള ഇതില്ല. ബ്ലോക്കിലേക്ക് അപ്പൊ എന്തൊക്കെയാ പഞ്ചായത്ത് ബ്ലോക്ക്? മൂന്ന് പേർക്കുണ്ടോ? പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ഇത്ര മൂന്ന് അടയാളമുണ്ട്. അടുത്ത ആഴ്ച അടുത്ത മാസം അത് തരാം. ഇല്ല അവർ ബിജു എന്ന് പറയുന്നവരുണ്ട് ഇതിനകത്തുണ്ടായിരുന്നു. ഇവനാണ് ഇവ പലതും നമ്മളോട് ചെയ്തതാ. എന്തിനാണോ നമ്മളെ ഫോളോ ചെയ്യുക? നമ്മൾ എവിടെ പോയാലും നമ്മുടെ പുറകിൽ വരിക? എന്തിനാണോ? ഇവിടെ ഫോൺ നമ്പർ വെച്ച് ഇവിടെ ജോലിയെല്ലാം ഇല്ലാതാക്കും. ജോലിയാണ് അങ്ങനെ പല പല ഇത് ഇല്ലാതാക്കിയാണ്. നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഇല്ലാതാക്കി. അങ്ങനെ പലതും നമ്മൾ അവിടെ ചെയ്യാൻ നോക്കിയതെല്ലാം ഇല്ലാതാക്കി. പല ഭയങ്കര ശല്യം ഇവിടുത്തെ പോലെ വലിയ എന്നാലും നമുക്ക് നമ്മുടെ ജോലി കണ്ടുപിടിക്കണ്ടായോ? അതിനാ കേസ് കൊടുക്കുമ്പോഴേ നമുക്ക് പരിഹാരമാവല്ലോ. ഇവരെയൊക്കെ കാര്യം നോക്കി പോട്ടെ. ബിജു എന്ന് പറയുന്ന നാട്ടുകാരൊക്കെ മാമന്റെ വീട്ടിലെ കാര്യങ്ങൾ മാമനല്ലേ നോക്കുന്നത്? നാട്ടുകാരാണോ മാമ തീരുമാനിക്കുന്നത്? നമ്മുടെ കാര്യമൊന്നും വേറെ ആരും തീരുമാനിക്കണ്ട. പാർട്ടിക്ക് പോലും മുഖ്യമന്ത്രിക്ക് പോലും പ്രധാനമന്ത്രി പോലും തീരുമാനിക്കാനുള്ള കാര്യമില്ല.
സംസാരിക്കാൻ വരുന്നതാണെങ്കിൽ ശ്രീധരയുടെ കൂടെ ഫ്രണ്ടിൽ കയറി സംസാരിക്കുവാണോ? സാധാരണ മാമൻ ഒരിടത്ത് പോയാൽ പെണ്ണുങ്ങളുടെ കൂടെ കയറി സംസാരിക്കുന്ന ആളുകളുടെ വീട്ടില് ആണോ മാമ? ആണുങ്ങളുടെ വീട്ടിൽ വന്ന ആണുങ്ങൾ സംസാരിക്കും. ഇവിടെ മാമനോട് സംസാരിക്കണം ഞങ്ങളെ ഉള്ളു ഇവിടെ, അല്ലയോ? അതുകൊണ്ടാ ആ പോയി. അല്ലാതെ എന്നും മാമൻ ഇവിടെ വരുവാന്നു, 3 പ്രാവശ്യം ഇവിടെ വരുവാന്നു. അതെ അത്രേ ഉള്ളൂ. നമ്മൾക്ക് ആരോടും ഒരു കെറിവില്ല. നമ്മൾ അവര് ഇനി സ്വർണം കൊണ്ട് വാണിയിൽ വരുന്നാലും നമുക്ക് കുഴപ്പമില്ല. നമ്മളെ എന്തിനാ ഉപദ്രവിക്കുന്നത്? എന്തിനാണ് അവളോട് ഈ സൗകര്യത്തെ പോലെ എവിടെ പോയോ നമുക്ക് തമ്പി മാമ? അവര് വരുമോ? ഭാര്യ വരില്ല, മോനും വരും. ആ മോൻ എന്താ മോൻ വരുമോ? അവന് പെൻഷൻ ഉണ്ടല്ലോ, പൈസ കൊടുത്തോ? പൈസ ആക്കിയോ? കുഴപ്പമൊന്നുമില്ല, അവർക്ക് കുഴപ്പമുണ്ടായിരുന്നു. അവർക്കുമില്ല, ചെറുക്കനേതാണ് അറിയാം. അല്ല അവര് വിചാരിച്ചാൽ ഒരു പെണ്ണിനെ കിട്ടത്തില്ലായിരുന്നോ? പറ്റില്ല. ഞാനത് പോകുമായിരുന്നു. എത്രയോ വീടുകൾ ഞാൻ മന്ത്രിയായിരുന്നു. ഞാൻ അവിടെ കമ്പനി വർത്താനൊക്കെ പറയുമ്പോ മനസ്സിലാക്കാൻ ഞാൻ പോകുന്നില്ല. പലയിടത്തും പലതും നടക്കുന്നില്ലയോ? ഇവിടെ ചെങ്ങന്നൂരോ ഇറങ്ങി. വാസുദേവൻ ഇറങ്ങിയ പോലെ അത് ഇറങ്ങിയെന്ന് ചെയ്യും. അവനുണ്ട്. പക്ഷെ അവന് ഈ എന്തോ എന്റെ പേര് കുട്ടനും ഒക്കെ ആയിട്ട് നല്ല കണക്ഷനാ. അവരെ കാണുമെന്നാ പറയുന്നത്. പറയുന്നത് നല്ലവനാണ്. അവനാണെങ്കിൽ അവന്റെ നല്ലവനാണെങ്കിൽ ഞങ്ങൾക്കറിയാൻ കാര്യമില്ല നല്ലവനാണ്. അവരെ പറ്റി അറിയാവുന്ന ഇത് വേണ്ടാന്ന് ഇല്ലേ? രണ്ടുപേരെ രാവിലെ പൈസ അവിടെ തന്നില്ലയോ? ഹലോ, പൈസ വലിയ അവിടെ തന്നില്ലേ? 2000 രൂപ കൊടുത്തു. ഹലോ, 1000 രൂപ കൊടുക്കണം. ഹലോ, 1000 രൂപ